ഐപ്ലസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSER കെമിക്കൽ സയൻസിൻ്റെ കുറച്ച് MCQs ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ എനർജി ഓഫ് 2s ആൻഡ് 2p ഓർബിറ്റൽസ് ഈസ് സെയിം ഫോർ. അപ്പം 2sൻ്റെയും 2pയുടെയും എനർജി സെയിം ആയിട്ട് വരുന്ന ആർക്കാണെന്നാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 2sൻ്റെയും 2pയുടെയും എനർജി സെയിം ആയിട്ടിരിക്കുന്നത് 1 ഇലക്ട്രോൺ സിസ്റ്റത്തിൻ്റെ കേസിൽ മാത്രമാണ്. അപ്പം 1 ഇലക്ട്രോൺ സിസ്റ്റം ആണെങ്കിൽ മാത്രമേ ഓക്കെ 2sനും 2pയ്ക്കും ഏകദേശം ഒരേ എനർജി വരത്തുള്ളൂ. അപ്പോൾ 2sനും 2pയ്ക്കും ഏകദേശം ഒരേ എനർജി വരണമെങ്കിൽ അതൊരു 1 ഇലക്ട്രോൺ സിസ്റ്റം ആയിരിക്കണം. കാരണം ഒരു മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും 2sനെക്കാട്ടിയും എനർജി കൂടുതലായിരിക്കും 2pയ്ക്ക്. അവിടെയാണ് നമ്മൾ ഹാഫ് ബർ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നത്. എനർജി കുറഞ്ഞ ഓർബിറ്റിൽ ആദ്യം ഫില്ല് ചെയ്യണം. അപ്പോൾ 2sൽ ആദ്യം ഫില്ല് ചെയ്യുന്നു, അതിനുശേഷം മാത്രമേ 2pയിലോട്ട് പോകത്തുള്ളൂ. ഓക്കെ, എന്നാൽ ആവറേജ് റേഡിയസ് നോക്കിക്കഴിഞ്ഞാൽ 2pയ്ക്കാണ് ആവറേജ് റേഡിയസ് ഏറ്റവും കുറവ്, അല്ലേ? അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോണം. സോ നമുക്ക് വേണ്ടത് 1 ഇലക്ട്രോൺ സിസ്റ്റമാണ്. അത് ആരാണെന്ന് നോക്കിയാൽ മതി. ലിഥിയം എന്നേ കൊടുത്തിട്ടുള്ളൂ. ലിഥിയം മൂന്നാമത്തെ ആളാണ്. സോ 3 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ലിഥിയം അല്ല. രണ്ടാമത്തേത് ലിഥിയം 2+. ലിഥിയം 3 ഇലക്ട്രോൺസ് ഉണ്ട്. 2+ എന്ന് പറയുമ്പോൾ 2 എണ്ണം പോയി. ഇപ്പോൾ ലിഥിയത്തിൻ്റെ കയ്യിൽ ഒരെണ്ണമേ ഉള്ളൂ. സോ ഇതൊരു 1 ഇലക്ട്രോൺ സിസ്റ്റമാണ്. ബെറിലിയം 2+. ബെറിലിയം 4 ഇലക്ട്രോൺസ് ആണ്. 2+ എന്ന് പറയുമ്പോൾ 2 എണ്ണം പോയി. ഇപ്പോൾ 2 എണ്ണമേ ഉള്ളൂ. ശരിയാണ്, തെറ്റാണ്. കാരണം 1 ഇലക്ട്രോൺ സിസ്റ്റമാണ് വേണ്ടത്. ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ സിസ്റ്റമാണ്, പക്ഷേ H- എന്നാണ് കൊടുത്തേക്കുന്നത്. അതിനർത്ഥം 1 ഇലക്ട്രോണും കൂടെ എക്സ്ട്രാ വന്നു എന്നാണ്. സോ 2 ഇലക്ട്രോൺസ് ഉണ്ട്, 1 ഇലക്ട്രോൺ സിസ്റ്റം അല്ല. സോ നമുക്ക് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ പഠിച്ചു വെച്ചേക്കാം, ഇത് 2sൻ്റെയും 2pയ്ക്കും ഏകദേശം ഒരേ എനർജി വരുന്നത് ഏതിൻ്റെ കേസിലാണ്? 1 ഇലക്ട്രോൺ സിസ്റ്റത്തിൻ്റെ കേസിൽ മാത്രമാണ്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് 1 ഇലക്ട്രോൺ സിസ്റ്റം. ഓക്കെ, രണ്ടാമതായിട്ട് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ഓർബിറ്റൽ വിത്ത് 2 റേഡിയൽ നോഡ് ആൻഡ് 2 ആംഗുലാർ നോഡീസ്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. CSERന് ചോദിച്ച ക്വസ്റ്റ്യനും കൂടാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടാണ്. അപ്പം 2 റേഡിയൽ നോഡും 2 ആംഗുലാർ നോഡും വരുന്നത്. അപ്പോൾ ആദ്യം ടോട്ടൽ നോഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് n-1 ആണ്. n എന്ന് പറയുന്നത് നമ്മളുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. n-1 വെച്ചിട്ടാണ് നമ്മൾ ടോട്ടൽ നോഡ് കണ്ടുപിടിക്കുന്നത്. അതിൽ റേഡിയൽ നോഡ് എന്ന് പറയുന്നത് n-l-1ഉം ആംഗുലാർ നോഡ് എന്ന് പറയുന്നത് l-ഉം ആണ്. റേഡിയൽ നോഡ് n-l-1ഉം ആംഗുലാർ നോഡ് l-ഉം ആണ്. ഓക്കെ, ഇനി ഈ റേഡിയൽ നോഡും ആംഗുലാർ നോഡും കൂടെ ചേരുന്നതാണ് നമ്മുടെ ടോട്ടൽ നോഡ് എന്ന് പറയുന്നത്. അറിയാവുന്ന കാര്യമായിരിക്കും. സോ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ആദ്യം 3p എടുക്കാം. 3p എന്ന് പറയുമ്പോഴത്തേക്ക് n-ൻ്റെ വാല്യൂ 3ഉം s p d f ഇത് l വാല്യൂസ് ആണ്. അറിയാമല്ലോ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ വാല്യൂസ്. n-ൻ്റെ വാല്യൂ 3ഉം l-ൻ്റെ വാല്യൂ 1ഉം ആണ്. സോ നമുക്ക് വേണ്ടത് 2 റേഡിയൽ നോഡും 2 ആംഗുലാർ നോഡും ആണ്. സോ റേഡിയൽ നോഡ് n-l-1 n എത്ര? 3 - l 1 - 1 നമുക്ക് 1 വരും. റേഡിയൽ നോഡ് തന്നെ 1 വന്നു. സോ ഓപ്ഷൻ എ അല്ല, കാരണം റേഡിയൽ നോഡ് 2 എണ്ണം വരണം. ആംഗുലാർ നോഡ് l ആണ്, l-ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ആംഗുലാർ നോഡും 1 വരും. അപ്പോൾ റേഡിയൽ നോഡും 1 ആണ്, ആംഗുലാർ നോഡും 1 ആണ്. അടുത്തത് 5d. ഓക്കെ, n-ൻ്റെ വാല്യൂ 5ഉം l-ൻ്റെ വാല്യൂ d ആകുമ്പോഴത്തേക്ക് 2 ആണ്. സോ ആദ്യം റേഡിയൽ നോഡ് n-l-1 ആണ്. n-ൻ്റെ വാല്യൂ 5 - 2 - 1 -2 -1 -3 വരും. 5 - 3 2 വരും. റേഡിയൽ നോഡ് 2. രണ്ടാമത്തത് ആംഗുലാർ നോഡാണ്. ആംഗുലാർ നോഡ് l ആണ്, ആംഗുലാർ നോഡും 2. ആൻസർ ബി ആണ്. ബാക്കി രണ്ടും ചെയ്ത് നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. If the ionization energy of hydrogen atom is X, the ionization energy of lithium 2+. ഓക്കെ, നമുക്കൊരു സിമ്പിൾ ഐഡിയ ഉണ്ട് ഈ അയണൈസേഷൻ എനർജി കണ്ടുപിടിക്കാനായിട്ട്. അതിനു മുന്നേ ഇതൊരു 1 ഇലക്ട്രോൺ സിസ്റ്റം ആണോ നോക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ഈ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റൂ. നമുക്ക് തന്നിരിക്കുന്നത് ഹൈഡ്രജൻ്റെ അയണൈസേഷൻ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതാം: അയണൈസേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ. ഇതിൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് X ആണ്. ഹൈഡ്രജൻ ഒരു 1 ഇലക്ട്രോൺ സിസ്റ്റമാണ്. അതുകൊണ്ട് നമുക്ക് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് അയണൈസേഷൻ എനർജി ഓഫ് ലിഥിയം 2+ ആണ്. ലിഥിയം 3 ഇലക്ട്രോൺസ് ആണ്,
2+ എന്ന് പറയുമ്പോൾ 2 എണ്ണം പോയി. അതായത് ഇതൊരു 1 ഇലക്ട്രോൺ സിസ്റ്റമാണ്, പ്രശ്നമൊന്നുമില്ല. 1 ഇലക്ട്രോൺ സിസ്റ്റമാണ്. ഇതിൻ്റെ അയണൈസേഷൻ എനർജിയാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഏത് 1 ഇലക്ട്രോൺ സിസ്റ്റം ആണെങ്കിലും അതിൻ്റെ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് HCRH/Z² ആണ്. എന്തുവാ? HCRH/Z². ഇത് 1 ഇലക്ട്രോൺ സിസ്റ്റത്തിൻ്റെ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷനാണ് 1 ഇലക്ട്രോൺ സിസ്റ്റം. 1 ഇലക്ട്രോൺ സിസ്റ്റമാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ അയണൈസേഷൻ എനർജി നമ്മൾ കണ്ടുപിടിക്കുന്നത് മൈനസ് ഇല്ല HCRH/Z² ആണ്. അതിൽ നമുക്ക് ആദ്യം ഹൈഡ്രജൻ്റെ പറയാം. അയണൈസേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന HCRH ഹൈഡ്രജൻ ആയതുകൊണ്ട് ഇസഡിൻ്റെ വാല്യൂ 1 കൊടുക്കുക, 1². അതായത് HCRH × 1² എന്ന് പറയുമ്പോൾ 1 × HCRH HCRH തന്നെ. HCRHൻ്റെ വാല്യൂ ആണ് നമ്മൾ X ആയിട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, നമുക്ക് വേണ്ടത് ലിഥിയം 2+ൻ്റെതാണ്. സോ അതിൻ്റെ കണ്ടുപിടിക്കാം. അതിൻ്റെ വാല്യൂ X ആണ്. ഓക്കെ, HCRHൻ്റെ വാല്യൂ X ആണ്. ഓക്കെ, ഇവിടെ കണ്ടുപിടിക്കാം. ഇവിടുത്തെ ഇക്വേഷൻ വരുന്നത് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് HCRH ലിഥിയം എത്രാമത്തെ ആളാണ്? ലിഥിയം 3ാമത്തെ ആളാണ്. സോ 3² ദാറ്റ് ഈസ് 9 HCRH. ഇതാണ് ലിഥിയത്തിൻ്റെ അയണൈസേഷൻ എനർജി. പക്ഷെ നമുക്കറിയാം ഈ HCRHൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വലി എന്തുവാ? X ആണ്. സോ അയണൈസേഷൻ എനർജി 9X ആണ്. ഓപ്ഷൻ സി 9X ആണ് നമുക്ക് ആൻസറായിട്ട് വന്നിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒരു ബേസിക് ഐഡിയ വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അയണൈസേഷൻ എനർജിയുടെ ഇക്വേഷൻ കറക്റ്റായിട്ട് ആലോചിച്ച് വെച്ചേക്കാം. HCRH/Z² ആണ് അയണൈസേഷൻ എനർജിയുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ഓക്കെ, compare the difference of energy of the first excited state and ground state of particle confined in a 1D box, 2D square box, a 3D cubic box, assuming the length of each of the boxes is same. The correct relation between energy difference delta1, delta2 and delta3. Okay, my mistake, ഇത് delta3 ആണ് കേട്ടോ, സോറി. delta3 for the 3 cases is. ഓക്കെ, ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അറിയാമെങ്കിൽ സിമ്പിളാണ്, പക്ഷെ അറിഞ്ഞുകൂടെങ്കിൽ പാടാണ്. എന്തായാലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ആരുടെയൊക്കെയാണ് വേണ്ടത്? 1D ബോക്സിൻ്റെത്, 2D സ്ക്വയർ ബോക്സിൻ്റെത്, 3D ക്യൂബിക് ബോക്സിന് പറഞ്ഞേക്കുന്നത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. 1D ബോക്സ് അറിയാലോ, പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ ബോക്സ്. അത് കണക്ക് തന്നെ 2D ബോക്സ് എന്നല്ല പറഞ്ഞേക്കുന്നത്, 2D സ്ക്വയർ ബോക്സ് എന്നാണ്. 3D ബോക്സ് എന്നല്ല പറഞ്ഞേക്കുന്നത്, 3D ക്യൂബിക് ബോക്സ് എന്ന്. അങ്ങനെ പറയുന്ന റീസൺ ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ആ ബോക്സുകളൊന്ന് നോക്കാം. ഓക്കെ, ബോക്സുകളെന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം 1D ബോക്സ്, ഓക്കെ, 2D സ്ക്വയർ ബോക്സ്, 3D ക്യൂബിക് ബോക്സ്. ഇങ്ങനെയാണ് നമുക്ക് ബോക്സുകൾ പറഞ്ഞേക്കുന്നത്. ആരൊക്കെ തമ്മിലുള്ള എനർജി ലെവൽസാണ് ചോദിച്ചേക്കുന്നത്? നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് കമ്പയർ ദ ഡിഫറൻസ് ഇൻ എനർജി ഓഫ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആൻഡ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ, എക്സൈറ്റഡ് സ്റ്റേറ്റും ഗ്രൗണ്ട് സ്റ്റേറ്റും. അപ്പം ഇതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേണം, ഇതിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ്, അവർക്കിടയിലുള്ള ഡിഫറൻസ്. ഇതിൻ്റെയും ഗ്രൗണ്ട് സ്റ്റേറ്റ് വേണം, ഇതിൻ്റെയും എക്സൈറ്റഡ് സ്റ്റേറ്റ് വേണം, അവർക്കിടയിലുള്ള ഡിഫറൻസ്, എനർജി ഡിഫറൻസ്. അത് കണക്കിന് ഇവിടുത്തെയും ഗ്രൗണ്ട് സ്റ്റേറ്റ് വേണം, അതേ കണക്ക് തന്നെ എക്സൈറ്റഡ് സ്റ്റേറ്റും വേണം, അവർക്കിടയിലുള്ള എനർജി ഡിഫറൻസ്. ആദ്യം 1D ബോക്സ്. 1D ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 1-ലാണ്. 0-യിലല്ല. കാരണം n എന്നും പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന n ഒരിക്കലും 0 ആകില്ല. n എവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന? 1-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1, 2, 3 അങ്ങനെ വരാം, പക്ഷേ 1-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സൈറ്റഡ് സ്റ്റേറ്റ് തൊട്ടടുത്ത എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയിരിക്കും 2. അപ്പോൾ 1-നും 2-നും ഇടയ്ക്കുള്ള എനർജി ഡിഫറൻസ് ആണ് ഇവിടെ ഞാൻ കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ സ്ക്വയർ ബോക്സ്. സ്ക്വയർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ഇതുണ്ട്. അതായത് ഞാൻ ഇവിടുത്തെ എനർജി ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള എനർജി ഇക്വേഷൻ ആയിരിക്കും. En = n²h² / 8ml². ഇതാണ് എനർജി ഇക്വേഷൻ. എല്ലാവർക്കും ഈ ഇക്വേഷൻ ഫെമിലിയർ ആയിരിക്കും. എന്നാൽ സ്ക്വയർ ബോക്സിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് അറിയാമോടാ? സ്ക്വയർ ബോക്സിന് 2 ഇക്വേഷൻ ഉണ്ട്. അതായത് നോർമലി 2D ബോക്സിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്, En1 n2. സ്ക്വയർ ബോക്സിൻ്റെ ഇക്വേഷനാണ് ഞാൻ പറയുന്നത്, നോർമൽ ഇക്വേഷൻ. 2D ബോക്സിൻ്റെ ഇക്വേഷൻ, സ്ക്വയർ ബോക്സിൻ്റെ അല്ല, 2D ബോക്സിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഈ n1 n2 എന്ന് പറയുന്നത് ഓക്കെ h² / 8m. ഓക്കെ, n1² / a²
പ്ലസ് N2 സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ. കണ്ടോ, ഇങ്ങനെ ഇക്വേഷൻ വരുന്നത്. പിന്നെ ഇത് സ്ക്വയർ ആണെങ്കിൽ രണ്ട് ലെങ്തും സെയിം ആയിരിക്കും. ഓക്കെ, N2 സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ. ഓക്കെ, ഇത് സ്ക്വയർ ആണെങ്കിൽ രണ്ട് ലെങ്തും സെയിം ആയിരിക്കും. അപ്പം നമുക്ക് എയും ബിയും സെയിം ആണെന്ന് പറയാം. സ്ക്വയർ ആയതുകൊണ്ട് എ ഇക്വൽ ടു ബി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വരുന്നത് ഈ N1 N2 അപ്പോഴും N1 N2 അങ്ങനെ തന്നെ, കാരണം രണ്ടെണ്ണം വരണം, കാരണം സ്ക്വയർ ആകുമ്പോൾ രണ്ടെണ്ണം ഉണ്ട്. സോ N1 N2 എന്ന് പറയുന്നത് H സ്ക്വയർ ഡിവൈഡഡ് ബൈ 8m A സ്ക്വയർ. ശരിയല്ലേ? എയ്ക്കും ബിക്കും ഞാൻ എ എന്ന് തന്നെ കൊടുക്കുന്നു. ഓക്കെ, പിന്നെന്താ N1 സ്ക്വയർ പ്ലസ് N2 സ്ക്വയർ. കണ്ടു, ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. പിന്നെ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അതാണ് അവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഇക്വേഷന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ അവർ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സ്ക്വയർ ബോക്സ് എടുത്ത് പറഞ്ഞേക്കുന്നത്. സോ H സ്ക്വയർ ഡിവൈഡഡ് ബൈ 8m A സ്ക്വയർ N1 സ്ക്വയർ പ്ലസ് N2 സ്ക്വയർ. ഓക്കെ, ഇനി അടുത്തത് ക്യൂബിക് ബോക്സ് ആകുമ്പോഴോ ഇത് കണക്ക് തന്നെ ക്യൂബിക് ബോക്സും ഉണ്ട്, പിന്നെ അത് കണക്ക് തന്നെ നമ്മളുടെ നോർമൽ ബോക്സും ഉണ്ട്. അവിടെ ആണെങ്കിൽ നമുക്ക് ഈ N1 സ്ക്വയർ ബൈ A സ്ക്വയർ പ്ലസ് N2 സ്ക്വയർ ബൈ A സ്ക്വയർ അങ്ങനെ എടുക്കേണ്ടി വരും. അതിന് പകരം എല്ലാവർക്കും ഒരു എയും ബിയും സിയും സെയിം തന്നെ ആയിരിക്കും. അപ്പം ഈ N1 N2 N3 ഇങ്ങനെ വരും, മൂന്നെണ്ണം വരും. അവിടെയും H സ്ക്വയർ ഡിവൈഡഡ് ബൈ 8m A സ്ക്വയർ. പിന്നെ പറഞ്ഞേ N1 സ്ക്വയർ പ്ലസ് N2 സ്ക്വയർ പ്ലസ് N3 സ്ക്വയർ. അപ്പോൾ ഇവിടെ മൂന്നെണ്ണം വരണം. അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1 1 ആയിരിക്കും. ശരിയല്ലടാ? N1ഉം N2ഉം 1. അവിടെയും 1 1 ആയിരിക്കും. 1 1 ആയിരിക്കും. ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റോടാ 1, അടുത്തത് 1 2 എടുക്കാൻ പറ്റും അല്ലേ? 1 2 അല്ലെങ്കിൽ 2 1, കാരണം ഡീജനറേറ്റാണ്. രണ്ട് രീതിയിൽ അറേഞ്ച് ചെയ്യാം. മറ്റേതാണെങ്കിലോ 1 1 2 അല്ലേ? 1 1 1 വേണം കേട്ടോ, മൂന്നെണ്ണം വേണ്ടേ? അല്ലെങ്കിൽ 1 2 1 അല്ലെങ്കിൽ 2 1 1. കണ്ടോ, ഡീജനറസി ഉണ്ട്. ഇവിടുത്തെ ഡീജനറസി 2 ആണ്, രണ്ട് രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഇവിടുത്തെ ഡീജനറസി 3 ആണ്, 3 രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇത് ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതിയടാ. ഡിഫറൻസ് ആണെങ്കിൽ നിങ്ങളിതാ 1 1 എടുക്കുക. ഓക്കെ, 1 1 1 എടുക്കുക. പിന്നെ ഇതിൽ ഏതെങ്കിലും ഒന്നെടുത്താൽ മതി, മൂന്നെണ്ണത്തിൽ. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നെടുക്കുക, ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നെടുക്കുക. കാരണം എടുത്താൽ സെയിം തന്നെ കിട്ടത്തുള്ളൂ. അറേഞ്ച്മെൻറ്റ് പലതാണെന്നുള്ള ആ 3 പേർക്ക് ഒരേ എനർജിയാണ്. അതുകൊണ്ടാണ് ഡീജനറേറ്റ് എന്ന് വിളിക്കുന്നത്. 3 ഇതുകൊണ്ട് വരുമെന്നേ ഉള്ളൂ, 3 ലെവലുകൾ വരുമെന്നില്ല, പക്ഷേ 3 പേർക്ക് ഒരേ എനർജി ആയിരിക്കും. അതിൻ്റെ ഇതിനെ കണ്ടുപിടിക്കാം. ആദ്യം ഗ്രൗണ്ട് സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് N സ്ക്വയർ 1 സ്ക്വയർ ആകുമ്പോൾ H സ്ക്വയർ ബൈ 8m A സ്ക്വയർ. ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് 2 അല്ലേ? അപ്പോൾ 2 സ്ക്വയർ ആകുമ്പോൾ 4H സ്ക്വയർ ബൈ 8m A സ്ക്വയർ. ഡിഫറൻസ് എടുക്കുമ്പോഴത്തേക്ക് 3H സ്ക്വയർ ബൈ 8m A സ്ക്വയർ. ശരിയാണോടാ? 3H സ്ക്വയർ ബൈ 8m A സ്ക്വയർ. ഓക്കെ, ഡിഫറൻസ് കിട്ടി. ഇനി അതിൻ്റെ ചെയ്യാം. ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് പറഞ്ഞേ 1 1 അല്ലേ? അപ്പോൾ 1 സ്ക്വയർ 1 വരും, 1 സ്ക്വയർ 1 1 + 1 2 വരും അല്ലേ? 2H സ്ക്വയർ ബൈ 8m A സ്ക്വയർ. ഇതോ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് പറഞ്ഞേ 1ഉം 2 അല്ലേ? 1 സ്ക്വയർ 1 വരും, 2 സ്ക്വയർ 4 വരും, 4 + 1 5 വരും. 5H സ്ക്വയർ ബൈ 8m A സ്ക്വയർ. ഡിഫറൻസ് എടുക്കുമ്പോൾ 3H സ്ക്വയർ ബൈ 8m A സ്ക്വയർ. ഒരേ കണക്ക് തന്നെ കിട്ടിയല്ലോ, 3H സ്ക്വയർ ബൈ 8m A സ്ക്വയർ. ഓക്കെ, മറ്റേ നോക്കാം. 1 1 1 കൊടുക്കാം. 1 സ്ക്വയർ 1 1 സ്ക്വയർ 1 1 സ്ക്വയർ 1 3. അപ്പം ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് 3H സ്ക്വയർ ബൈ 8m A സ്ക്വയർ. ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഏതെങ്കിലും ഒന്ന് 1 2 1 1 1 1 1 2 1 1 ഏതെങ്കിലും. ഞാൻ 2 1 1 എടുക്കുന്നു. 1 1 2ൻ്റെ സ്ക്വയർ 4 4 + 1 5 5 + 1 6 6H സ്ക്വയർ ബൈ 8m A സ്ക്വയർ. ഡിഫറൻസ് എടുക്കുമ്പോഴത്തേക്ക് 3H സ്ക്വയർ ബൈ 8m A സ്ക്വയർ. എല്ലാവർക്കും ഒരേ എനർജി ഡിഫറൻസ് ആണല്ലോ. അപ്പം 1D ബോക്സ് ആയാലും 2D സ്ക്വയർ ബോക്സ് ആയാലും 3D ക്യൂബിക് ബോക്സ് ആയാലും എനർജി ഡിഫറൻസ് സെയിം ആയിരിക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇതെന്താ പറഞ്ഞേക്കുന്നത് നോക്കാം. ഓക്കെ, അതിനെ എന്തായിട്ട് പരിഗണിക്കാനാ? del 1ഉം del 2ഉം del 3 ആയിട്ട് പരിഗണിക്കാനാണ്. അതായത് 1D ബോക്സിനെ del 1 ആയിട്ടും 1D ബോക്സിനെ del 1 ആയിട്ടും ഓക്കെ 2D സ്ക്വയർ ബോക്സിനെ del 2 ആയിട്ടും 3D ക്യൂബിക് ബോക്സിനെ del 3യുമായിട്ട് പരിഗണിച്ചാൽ del 1 ഈക്വൽ ടു del 2 ഈക്വൽ ടു del 3. അതിൻ്റെ എനർജി ഡിഫറൻസ് ആണ് del 1 del 2 del 3. ഓപ്ഷൻ ബി ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കി വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അടുത്തത്, ഫോർ നോൺ ഡീജനറേറ്റ് പെർട്ടുർബേഷൻ തിയറി ഫോർ ഗ്രൗണ്ട് സ്റ്റേറ്റ് വിത്ത് E00 ആസ് ദി 0th ഓർഡർ എനർജി
E01 is the first order perturbation correction and E0 is the exact energy level which of the following is true. ഒറ്റ കാര്യമുള്ളൂ, എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, എനർജി എന്ന് പറയുന്നത് ഏത് അപ്രോക്സിമേഷൻ മെത്തേഡിലായാലും ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയെ കാട്ടിയും കൂടുതലോ ഈക്വലോ ആയിരിക്കണം നമ്മൾ കണ്ടുപിടിക്കുന്ന എനർജി എന്ന് പറയുന്നത്. അതായത് നമ്മൾ പെർട്ടുർബേഷൻ തിയറി വഴി കണ്ടുപിടിക്കുന്ന എനർജി എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയെ കാട്ടിയും കൂടുതലോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കണം. ഓക്കെ, ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി. എപ്പോഴും കൂടുതലോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കണം അല്ലേ. ഓൾവേസ് ഈക്വൽ ടു E0 എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഓൾവേസ് ഈക്വൽ ടു അല്ല, ലെസ് ദാൻ ആണ് അല്ലേ, ഗ്രേറ്റർ ദാൻ ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് വേണം. കണ്ടോ, ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയെ കാട്ടിയും ഈക്വലോ എപ്പോഴും ഗ്രേറ്ററോ ആയിരിക്കണം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കും. അങ്ങനെ തന്നെ നിങ്ങൾക്ക് കിട്ടും ആൻസർ. Consider particle confined in a cubic box. The degeneracy of level that has an energy twice that of lowest level. Okay. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത് ഒരു ക്യൂബിക് ബോക്സിനെ കൺസിഡർ ചെയ്യാം. സോ ഈ N1 N2 N3 എനർജി എന്ന് പറയുന്നത് h² ഡിവൈഡഡ് ബൈ 8ma², N1² പ്ലസ് N2² പ്ലസ് N3². ഇതാണ് എനർജി അല്ലേ. ഓക്കെ, ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഡീജനറസി ഓഫ് ലെവൽ ദാറ്റ് ഹാസ് ദ എനർജി ടോയ്സ് ദാറ്റ് ഓഫ് ലോവസ്റ്റ് ലെവൽ. നമ്മുടെ അടുത്ത് ഡീജനറസിയാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം ലോവസ്റ്റ് ലെവൽ കണ്ടുപിടിക്കാം. ലോവസ്റ്റ് ലെവൽ ആകുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കേണ്ടത് E111 ആണ്. ഇതാണ് ലോവസ്റ്റ് ലെവലിൻ്റെ അല്ലേ. സോ h² ഡിവൈഡഡ് ബൈ 8ma², 1² പ്ലസ് 1² പ്ലസ് 1² എത്ര കിട്ടും? 3h² ഡിവൈഡഡ് ബൈ 8ma². ഓക്കെ, ഇനി ഇതിൻ്റെ ട്വൈസ് എനർജി, ഇതിൻ്റെ ട്വൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 6h² ബൈ 8ma² അല്ലേ. ഇതിൻ്റെ ട്വൈസ് എന്ന് പറയുമ്പോൾ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6h² ബൈ 8ma². ഇതിൻ്റെ ഡീജനറസിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡീജനറസി ഇത് ഏത് ലെവലാണെന്നല്ല, ഇതിൻ്റെ ഡീജനറസി എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അല്ല, ഡീജനറസി അറിയണമെങ്കിൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയണം. എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ N1ഉം N2ഉം N3യും കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ N1ഉം N2ഉം N3യും കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ നോക്കാൻ നേരത്ത് h² ബൈ 8ma² അങ്ങനെ തന്നെയുണ്ട് അല്ലേ. ഈ N1ഉം N2നും പകരമാണ് ഞാൻ 6 കൊടുത്തേക്കുന്നത്. അതായത് N1²നും N2²നും N3² പകരമാണ് ഞാൻ 6 കൊടുത്തേക്കുന്നത്. ഏതെടുത്താൽ 6 കിട്ടൂടെ എനിക്ക്? ഓക്കെ, ഇത് ഏത് രീതിയിലെടുത്താൽ എനിക്ക് 6 കിട്ടും? 2 1 1 ശരിയാണോ? 2ൻ്റെ സ്ക്വയർ 4, 1ൻ്റെ സ്ക്വയർ 1, 1ൻ്റെ സ്ക്വയർ 1. അപ്പോൾ ഇത് 4 വരും, 5 വരും, 6 വരും. ശരിയാ. അപ്പോൾ 2 1 1 എന്ന് പറയുന്ന ലെവലാണ്. 2 1 1 ഇതിന് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാടാ? 2 1 1 1 2 1 1 1 2. ഇതല്ലാതെ വേറെ ഏതെങ്കിലും അറേഞ്ച്മെൻ്റ് ഉണ്ടോ? ഇല്ല. എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 3 രീതി. അപ്പോൾ ഡീജനറസി എത്ര? 3. ഓപ്ഷൻ എ. കണ്ടു. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. അതിന് ടോയ്സ് എനർജി എന്ന്, ടോയ്സിൻ്റെ എനർജി ലെവൽ ഏതാണെന്നല്ല, അതിന് ഡീജനറസി എത്രയാണ്. അപ്പോൾ ലെവൽ ഡീജനറസി ആണെങ്കിൽ N1ഉം N2ഉം N3യും കണ്ടുപിടിക്കണം. അപ്പോൾ N1ഉം N2ഉം N3യും കണ്ടുപിടിക്കുക, ഡീജനറസി മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ്. ഫോർ എ പാർട്ടിക്കിൾ ഇൻ 1D ബോക്സ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് ഈസ്. 1D ബോക്സിലെ എക്സ്പെക്ടേഷൻ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 1D ബോക്സ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം 0 to L ആണ് നമ്മൾ എടുത്തേക്കുന്നത് അല്ലേ. 0 to L. ഓക്കെ അല്ലേ. അപ്പോൾ എക്സ്പെക്ടേഷൻ വാല്യൂ എത്ര വരും? L/2 വരും അല്ലേ. L/2. അതേസമയം -L to +L ആണെങ്കിൽ എക്സ്പെക്ടേഷൻ വാല്യൂവിൻ്റെ വാല്യൂ 0 വരും. ഇത് -L to +L വരുമ്പോഴും അല്ലേ, ഇത് കണ്ടുപിടിക്കുന്ന നമ്മൾ എന്താ 0 to L വരുമ്പോഴും കേട്ടോ. തിരിഞ്ഞു പോകല്ലേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണേ. ദി എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് മൊമെൻറ്റം ഫോർ എ സ്റ്റേഷനറി പാർട്ടിക്കിൾ ഇൻ 1D ബോക്സ്. മൊമെൻറ്റത്തിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും 1D ബോക്സിൻ്റെ. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കാം. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദ നമ്പർ ഓഫ് നോഡ്സ് ഇൻ വേവ് ഫംഗ്ഷൻ 5n ഫോർ എ പാർട്ടിക്കിൾ ഇൻ 1D ബോക്സ്. നിങ്ങളുടെ കയ്യിൽ 5n ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് നോഡുകൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് n കിട്ടിയാൽ മതി. കാരണം ടോട്ടൽ നമ്പർ ഓഫ് നോഡ് എന്ന് പറയുന്നത്, ടോട്ടൽ നോഡുകൾ എന്ന് പറയുന്നത് n-1 ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. n-1. സിമ്പിൾ ക്വസ്റ്റ്യൻ. n-1 ആയിരിക്കും നോഡുകളുടെ എണ്ണം. ഓക്കെ, നെക്സ്റ്റ്. If the lifetime of an excited state is 10⁻⁻8 seconds, the minimum uncertainty in energy of the state. Okay.
ലൈഫ് ടൈം ഓഫ് എക്സൈറ്റഡ് സ്റ്റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളടുത്ത് ചോദിച്ചത് അൺസർട്ടനിറ്റി ഇൻ എനർജിയാണ്. അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മളുടെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ്. അതായത് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π, അല്ലെങ്കിൽ ചില സമയത്തൊക്കെ h×2 എന്ന് നമ്മൾ എടുക്കാറുണ്ട്. ഇതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇത് പൊസിഷനും മൊമെൻറ്റവും തമ്മിൽ വരുന്നതാണ്. ഇത് പൊസിഷൻ, ഇത് മൊമെൻറ്റം. എന്നാൽ ഇതിനെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടല്ല നമ്മളുടെ ക്വാണ്ടം മെക്കാനിക്സിൽ ക്വസ്റ്റ്യൻ ചെയ്ത് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യും. അതിൽ ആദ്യത്തെ റീഅറേഞ്ച്മെൻറ്റ് ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി, ഓക്കെ, ടൈമും എനർജിയും സീക്വൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ഇതാണ് ഫസ്റ്റ് വൺ. ദെൻ രണ്ടാമത്തത് ഡോ/2, ഇത് നമ്മളുടെ വിഡ്ത്താണ് കേട്ടോ, വിഡ്ത്താണ് സ്പെക്ട്രൽ ലൈൻസിൻ്റെ, ഇൻറ്റു ഡെൽറ്റ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം. എനർജി നമ്മളുടെ ടൈം വരുന്നത് അല്ലെങ്കിൽ വിഡ്ത്ത് ടൈം വരുന്നത്, എനർജി ടൈം അല്ലെങ്കിൽ വിഡ്ത്ത് ടൈം, രണ്ടും ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം കേട്ടോ. സോ രണ്ടും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. എനർജി ടൈം അല്ലെങ്കിൽ വിഡ്ത്ത് ടൈം, സ്പെക്ട്രൽ ലൈൻസിൻ്റെ വിഡ്ത്തും ടൈം. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ലൈഫ് ടൈം നമുക്ക് തന്നിട്ടുണ്ട്, അപ്പോൾ ഡെൽറ്റ ടി നമുക്ക് തന്നിട്ടുണ്ട്. എനർജി അപ്പോൾ ഡെൽറ്റ ഇ ആണ് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ ഡെൽറ്റ ടിയും ഡെൽറ്റ ഇയും മതി. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വേണ്ടത് ഡെൽറ്റ ഇ ആണ്. അപ്പോൾ ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ക്വസ്റ്റിനെ തന്നിട്ടുണ്ട് 10⁻⁸ അല്ലേ, 10⁻⁸ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു h/4π. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? 6.626 ഇൻറ്റു 10⁻34 ഡിവൈഡഡ് ബൈ 10⁻⁸ താഴെ വരും അല്ലേ, പിന്നെ 4 ഇൻറ്റു 3.14. ഓക്കെ, ക്ലിയർ അല്ലേ? വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാം. ഇതിനെ കട്ട് ചെയ്ത് ഇവിടെ 2 കൊടുക്കാം അല്ലേ, 2 കൊടുക്കാം. ഇതിനെയും കൂടെ കട്ട് ചെയ്ത് ഇവിടെ ഒരു 2 എടുക്കാം. പിന്നെ 10⁻34 മുകളിലുണ്ട്, 10⁻⁸ മുകളിൽ പോകുമ്പോൾ 10⁻8 ആവും അല്ലേ, -8 മുകളിൽ പോകുമ്പോൾ 8 ആവും. രണ്ടും കൂടെ എടുക്കുമ്പോഴത്തേക്ക് 36 വരും അല്ലേ, 36ഉം 8ഉം 8ഉം 6ഉം 14. ശരിയല്ലേ? 10⁻26 വരും, കാരണം 26 + 8 ആണ് 34. അപ്പം ഇൻറ്റു 1/2. അപ്പം 1/2 ഇൻറ്റു 10⁻⁻, വേണമെങ്കിൽ അതിനെ എനിക്ക് 0.5 ഇൻറ്റു 10⁻⁻26 എന്ന് എഴുതാം അല്ലേ, കാരണം പിന്നെ എനിക്ക് 5ൻ്റെ ടേമാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, 10⁻⁻27 ആണ്. അപ്പോൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 5 വരും, 10 മുകളിൽ പോകുമ്പോൾ 10⁻⁻27, 5 ഇൻറ്റു 10⁻⁻27. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വന്നേക്കുന്നത്. അപ്രോക്സിമേറ്റ് ചെയ്താൽ മതി, അല്ല നിങ്ങൾ ഈ 6.626 ഒക്കെ എടുത്ത് കട്ട് ചെയ്യേണ്ട, കാരണം വാല്യൂസിന് നല്ല ഡിഫറൻസ് ഉണ്ട്. 3.3, 5.3, 1.05, 6.6 കണ്ടോ, ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതായത് പവറുകൾക്ക് ഏകദേശം സെയിം തന്നെയാണ്, പക്ഷേ വാല്യൂവിന് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ മാത്രം എക്സാക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. കാരണം അപ്രോക്സിമേറ്റ് ചെയ്താൽ തന്നെ ഏകദേശം വാല്യൂ കിട്ടും. കാരണം CSI ആണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കാൻ പറ്റും. ഏകദേശം അപ്രോക്സിമേറ്റ് ചെയ്തിട്ടായിരിക്കും അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതിൽ നിന്ന് എന്തെങ്കിലും ഏകദേശം ഐഡിയ കിട്ടൂടാ, അതുകൊണ്ട് മനസ്സിലാക്കി തന്നെ ചെയ്തോളാം. സോ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഓക്കെ, താങ്ക് യു.